തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ നടന്ന KSU ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ 4 പേർക്ക് സസ്പെൻഷൻ. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ, എറണാകുളം ജില്ലാ സെക്രട്ടറി ഏഞ്ചലോ ജോർജ്, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജെറിൻ ആര്യനാട്, തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് അൽ അമീൻ അഷ്റഫ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലിം, ഏത് സാഹചര്യത്തിലാണ് ഇവർക്കെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്? അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ മുൻപ് തന്നെ KPCC ആവശ്യപ്പെട്ടിരുന്നു. ഏതൊക്കെ കാര്യങ്ങൾ കണ്ടെത്തിയതിനു ശേഷമാണ് ഈ സസ്പെൻഷൻ? പ്രവിത, KSUവിനും ഒപ്പം കോൺഗ്രസിനും തന്നെ വല്ലാത്ത നാണക്കേട് സൃഷ്ടിച്ച KSU ക്യാമ്പിലെ നെയ്യാർ ഡാം ക്യാമ്പിലെ സംഘർഷത്തിലാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. KPCCയുടെ ഒരു അന്വേഷണ സമിതിയുടെ അന്വേഷണം സമാന്തരമായി പുരോഗമിക്കുന്നതിനിടെ NSU നേതൃത്വമാണ് ഇപ്പോൾ ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ 4 പേർക്ക്, ഈ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന 4 പേരിൽ 2 പേർക്ക് ഈ ക്യാമ്പ് അലങ്കോലപ്പെടുത്തി എന്നതിന്റെ പേരിലും 2 പേർക്ക് മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകിയതിന്റെ പേരിലുമാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അനന്തകൃഷ്ണൻ, എറണാകുളം ജില്ലാ സെക്രട്ടറിയായ ഏഞ്ചലോ ജോർജ് എന്നീ 2 പേർക്കെതിരെയാണ് ഈ വാർത്ത മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതിനും ഒപ്പം ക്യാമ്പിലെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതിനുമായി നടപടി നേരിട്ടിരിക്കുന്നത്. അവർക്ക് അയച്ചിരിക്കുന്ന ഈ പ്രസിഡന്റ് KSU പ്രസിഡന്റായ അലോഷ്യസ് സേവറിനെ ഉൾപ്പെടെ അയച്ചിരിക്കുന്ന ഈ കത്തിൽ, ഈ സസ്പെൻഷൻ കത്തിൽ വ്യക്തമായി പറയുന്നത് ഈ 2 പേരും പാർട്ടിയെ, സംഘടനയെ നാണം കെടുത്താനായി ഈ ദൃശ്യങ്ങൾ ചോർത്തി നൽകുകയും വാർത്താ മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവർക്കെതിരെയുള്ള അച്ചടക്ക നടപടി എന്ന നിലയിലാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി 2 പേർ, അത് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ ജെറിൻ ആര്യനാടും ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റായ അൽ അമീൻ അഷ്റഫ് എന്നിവരാണ്. ഈ 2 പേരെ ക്യാമ്പിൽ നടന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ സസ്പെൻഷൻ നെടുമങ്ങാട് കോളേജിലെ, ഗവൺമെന്റ് കോളേജിലെ തർക്കവുമായി ബന്ധപ്പെട്ട്, സംഘടനയ്ക്കുള്ളിലെ തന്നെ തർക്കവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അത് ക്യാമ്പിലേക്ക് എത്തിച്ചു, ക്യാമ്പിനെ ആകെ നാണം കെടുത്തുന്ന രീതിയിൽ ക്യാമ്പിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു എന്നതിന്റെ പേരിലാണ് ഈ 2 പേർക്കെതിരെയുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ 4 പേരെ നിലവിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. NSU നേതൃത്വമാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതിനിടെ തന്നെ അതും 2 സസ്പെൻഷൻ ലെറ്ററുകളായാണ് ഈ 4 പേർക്കുള്ള സസ്പെൻഷൻ ഓർഡർ വന്നിരിക്കുന്നത്. അതിനിടെ KPCCയുടെ അന്വേഷണം, ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് KPCC സമർപ്പിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ പൂർണ്ണമായ ഒരു അന്വേഷണ റിപ്പോർട്ടിന് ശേഷം KPCCയുടെ നടപടിയും ഇത് സംബന്ധിച്ചുണ്ടാവും. മാത്രമല്ല KPCCക്ക് ഇതിൽ, ഈ സംസ്ഥാന നേതൃത്വത്തിന് ആകെ ഇതിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ KPCCക്കുണ്ട്. പ്രാഥമിക കണ്ടെത്തലിൽ തന്നെ ഈ സംഘർഷം നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന കമ്മിറ്റി പരാജയപ്പെട്ടു. സംസ്ഥാന നേതൃത്വം ആകെ പൊളിച്ചു പണിയേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളൊരു റിപ്പോർട്ടുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വലിയ നിലയിലുള്ളൊരു അഴിച്ചുപണി KSUവിലേക്ക് വരുമോ എന്നുള്ളത് കൂടി നോക്കിക്കാണേണ്ടതാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ NSU സ്വീകരിച്ചിരിക്കുന്ന നടപടി 4 പേർക്കെതിരെയാണ്. മാത്രമല്ല 4 പേരിൽ സംസ്ഥാന സെക്രട്ടറിയായ അനന്തകൃഷ്ണൻ, സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സംസ്ഥാന സെക്രട്ടറി അനന്തകൃഷ്ണൻ KPCC അധ്യക്ഷൻ K സുധാകരന്റെ കടുത്ത അനുഭാവിയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പിലേക്ക് K സുധാകരനെ ക്ഷണിച്ചില്ല എന്നതുൾപ്പെടെയുള്ള വിവാദങ്ങൾ ക്യാമ്പിൽ നിലനിന്നിരുന്നു. അന്നേ ദിവസം, ഈ ക്യാമ്പ് തുടങ്ങിയ ദിവസം തന്നെ മാധ്യമപ്രവർത്തകർക്ക് നൽകിയ വാർത്താക്കുറിപ്പിൽ രാവിലെ KPCC അധ്യക്ഷൻ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ആ ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടും KPCC അധ്യക്ഷൻ പങ്കെടുത്തിരുന്നതുമില്ല. അങ്ങനെ ഒരു വിഭാഗീയത ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു പ്രശ്നം നടന്നപ്പോൾ ഈ പുറത്തേക്ക് ഈ വാർത്ത ചോർത്തി നൽകിയത്. അത് കൃത്യമായ ഗ്രൂപ്പ് വഴക്കിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വാർത്ത പുറത്തു പോയത് എന്നൊരു വിലയിരുത്തൽ KSUവിനുള്ളിൽ തന്നെയുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഉള്ള നടപടി. പ്രവിത, സലിം, അതുപോലെ തന്നെ 2 പേർക്കെതിരെ നടപടി മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകി എന്നുള്ളതുകൂടി പരിഗണിച്ചുകൊണ്ടാണ്. എന്തായാലും ഇന്നലെ നടന്ന ഈ സംഭവം അത് കോൺഗ്രസിനെ സംബന്ധിച്ച്, KSUവിനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം ഈ നാണക്കേട് ഒതുങ്ങുന്നതാണോ? പ്രവിത, ഒരു കാരണവശാലുമല്ല. കാരണം KSU വലിയ അഭിമാന പദ്ധതിയായി സംഘടിപ്പിച്ച ഒരു ക്യാമ്പാണ്. അത് 3 മേഖലകളായി തിരിച്ചൊരു ക്യാമ്പ് സംഘടിപ്പിക്കാം എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ ആദ്യഘട്ടം തെക്കൻ മേഖല ക്യാമ്പ് സംഘടിപ്പിക്കുകയുമാണ് ചെയ്തത്. ആ ക്യാമ്പ് തന്നെ, ആദ്യ ക്യാമ്പ് തന്നെ ഈ നിലയിൽ പ്രശ്നങ്ങളുണ്ടായി, കൂട്ടത്തല്ലായി, നാണക്കേടായത്. അതുകൊണ്ടൊന്നും, ഈ നടപടികൾ കൊണ്ടൊന്നും എന്തായാലും തൽക്കാലം അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. പക്ഷേ അപ്പോഴും ഒരു മുഖം രക്ഷിക്കൽ നടപടി എന്ന നിലയിലാണ് ഇപ്പോൾ ഈ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ KPCC നേതൃത്വത്തിന്, ഇപ്പോൾ നിലവിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത് NSU നേതൃത്വമാണ്. KPCCക്ക് വലിയ എതിർപ്പ് നിലവിലെ KSU സംസ്ഥാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് KPCCയുടെ നടപടിയും ഈ വിഷയത്തിൽ ഉറപ്പായും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ഈ അന്തിമ റിപ്പോർട്ട് കൂടി സമർപ്പിച്ചതിന് ശേഷമാകും ആ നടപടി ഉണ്ടാവുക. നിലവിൽ NSU നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ നിന്നാണ് ഇപ്പോഴുള്ള നടപടി. അതിനിടെ ഈ പ്രതിപക്ഷ നേതാവ് ഇന്നലത്തെ സംഘർഷത്തെ ലഘൂകരിച്ചുകൊണ്ട് ഇന്ന് രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടതാണ്. കുട്ടികൾ തമ്മിലുള്ള തർക്കമാണ്, അതൊരു ചെറിയ തർക്കമാണ്. അതൊക്കെ പരിഹരിക്കാൻ KSUവും NSUവും ഉണ്ട്. അവർ തന്നെ അതിൽ നടപടി എടുത്തുകൊള്ളും എന്ന് പറയുകയും KPCC അധ്യക്ഷനെ ക്ഷണിക്കാത്തതുമായി ബന്ധപ്പെട്ട ഒരു വിവാദവുമില്ല. KPCC അധ്യക്ഷനെ ക്ഷണിച്ചിരുന്നു, മാത്രമല്ല തന്നെയും ക്ഷണിച്ചിരുന്നു. KPCC അറിയാതെ നെയ്യാർ ഡാമിൽ വെച്ച് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ന്യായീകരണം. അതേസമയം ഇന്നലെ നൽകിയ റിപ്പോർട്ട്, ഈ
പ്രാഥമിക അന്വേഷണ സമിതി നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത് KPCC അധ്യക്ഷനെയോ KPCCയോ ഈ ക്യാമ്പ് അറിയിച്ചിരുന്നില്ല, ക്യാമ്പ് ഡയറക്ടർമാരെ നിയമിച്ചില്ല എന്ന് ഉൾപ്പെടെയുള്ള വലിയ വീഴ്ചകൾ ഈ സംസ്ഥാന നേതൃത്വത്തിന് സംഭവിച്ചു എന്നാണ് പറയുന്നത്. ക്യാമ്പ് ഡയറക്ടർമാരുണ്ടായിരുന്നെങ്കിൽ അതിൽ അച്ചടക്കം നിയന്ത്രിക്കാനാവുമായിരുന്നു, അതിനുപോലുമുള്ള ഒരു ശ്രമം ഉണ്ടായില്ല എന്നുകൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രവിത, ഇനിയൊരു അന്വേഷണ റിപ്പോർട്ട് KPCCയുടെ കൂടി വരേണ്ടതുണ്ടല്ലോ, എപ്പോഴായിരിക്കും ആ റിപ്പോർട്ട് സമർപ്പിക്കുക? പ്രവിത, ഇന്നലെ ഈ വളരെ വേഗത്തിൽ തന്നെ ഇന്നലെ രാവിലെയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. അതിനുള്ളിൽ തന്നെ 3 അംഗ സമിതി MM നസീർ, AK ശശി, ഒപ്പം പഴകുളം മധു, ഈ 3 പേരെ KPCC ഈ അന്വേഷണ സമിതിക്കായി നിയോഗിക്കുകയും ആ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തതാണ്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് ഇന്നലെ തന്നെ സമർപ്പിച്ചിരിക്കുന്നത്. ഇനി വിശദമായ അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സമർപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമാകും KPCCയുടെ നടപടി. പക്ഷേ അതിനു മുൻപ് തന്നെ ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ കൂടി പശ്ചാത്തലത്തിൽ നടപടികളിലേക്ക് കടന്നേക്കും. ഇന്നലത്തെ ആ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് നിലവിൽ ഈ സംഘർഷമുണ്ടായത് നെടുമങ്ങാട് ഗവൺമെന്റ് കോളേജിൽ ഉണ്ടായ ഒരു സംഘർഷം, അവിടെ ഉണ്ടായ ഒരു ഗ്രൂപ്പ് വഴക്ക്, ആ നിലയിൽ അത് ക്യാമ്പിലേക്ക് നീളുകയായിരുന്നു. ആ ക്യാമ്പിലേക്ക് നീണ്ട തർക്കം 2 ജില്ലാ ഭാരവാഹികൾ തമ്മിലുള്ള പ്രശ്നമായി വളർന്നു. അതിനെ നിയന്ത്രിക്കുന്നതിൽ, ആ സംഘർഷം നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന കമ്മിറ്റി പരാജയപ്പെട്ടു. അത് വഷളാക്കാനായിരുന്നു സംസ്ഥാന കമ്മിറ്റിക്ക് ഉത്സാഹം. അതിന് പിന്നാലെ വലിയ പ്രശ്നങ്ങൾ ക്യാമ്പിൽ ഉണ്ടാവുകയായിരുന്നു ചെയ്തിരുന്നത്. മാത്രമല്ല, ക്യാമ്പിൽ നടത്തിപ്പിൽ സംബന്ധിച്ചും സംസ്ഥാന കമ്മിറ്റിക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു എന്നുള്ളതും ഈ റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിശദമായ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാവും. അതിനുശേഷമാകും ആരെങ്കിലും സസ്പെൻഡ് ചെയ്യണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനിക്കുക. അതിനപ്പുറത്തേക്ക് KPCC സംസ്ഥാന കമ്മിറ്റിക്കെതിരെ തന്നെ നടപടിയെടുക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം നിലവിലെ KPCC നേതൃത്വത്തിൽ പലർക്കും ഇപ്പോഴുള്ള സംസ്ഥാന കമ്മിറ്റിയോട് വലിയ എതിർപ്പുണ്ട്. ആ റിപ്പോർട്ടിലും അത് പറയുകയും ചെയ്യുന്നുണ്ട്. വലിയ SFIക്കെതിരെ ക്യാമ്പസുകളിൽ ഒരു വിദ്യാർത്ഥി വികാരമുണ്ട്. പക്ഷേ ആ വിദ്യാർത്ഥി രോക്ഷത്തിനെ മുന്നിൽ നിന്ന് നയിക്കാൻ നിലവിലെ സംസ്ഥാന നേതൃത്വത്തിന് കഴിയുന്നില്ല. പല KSU ജില്ലാ കമ്മിറ്റികളും, അത് ജംബോ കമ്മിറ്റികളാണ്. 100-ലധികം വരുന്ന ഈ ജംബോ കമ്മിറ്റികളിൽ പലർക്കും താഴെത്തട്ടിൽ പ്രവർത്തിച്ച് പരിചയമില്ല, വിദ്യാർത്ഥികളുമായി പോലും ബന്ധമില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഈ വിദ്യാർത്ഥി രോക്ഷത്തെ, SFIക്കെതിരായ വിദ്യാർത്ഥി രോക്ഷത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ പാകത്തിന് KSU പാകപ്പെടണം. അതുകൊണ്ട് തന്നെ അടിമുടി ഒരു നവീകരണം, അടിമുടി ഒരു ഉടച്ചുവാർക്കൽ KSUവിൽ ആവശ്യമാണ് എന്നുള്ളത് കൂടി ഈ റിപ്പോർട്ടിൽ പ്രത്യേകം സൂചിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ കാത്തിരിക്കേണ്ടത് ഈ സംസ്ഥാന കമ്മിറ്റിക്ക് അപ്പാടെയായി ഏതെങ്കിലും തരത്തിലൊരു നടപടി KPCCയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ളതാണ്. പ്രവിത, ശരി, എന്തായാലും കോൺഗ്രസിനെയും KSUവിനെയും നാണം കെടുത്തിയ ഒരു കൂട്ടത്തലാണ് ഇന്നലെ ഉണ്ടായത്. തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ നടന്ന KSU ക്യാമ്പിലെ കൂട്ടത്തലിൽ 4 പേർക്കെതിരെയാണ് നിലവിൽ സസ്പെൻഷൻ നടപടിയെടുത്തിരിക്കുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടി. KPCCയുടെ റിപ്പോർട്ട് കൂടി വന്നതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ എന്താകുമെന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക. സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.